ഇന്ന് കുറച്ച് ചീറ്റിംഗ്, ക്ഷമിക്കണേ, നാവ് വളച്ചപ്പോഴേക്കും സത്യം പുറത്തു വന്നത് കണ്ടോ? ഇന്ന് കുറച്ച് ചാറ്റിങ്ങിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇട്ടുതരാം. ഇതൊരു വലിയ ചതിക്കുഴിയുടെ ചാറ്റിംഗ് ആണ്. ഒരു സ്ത്രീയുമായി ഒരുത്തൻ ചാറ്റ് ചെയ്ത തെളിവുകളാണ്. ആ സ്ത്രീ തന്നെ എനിക്ക് ഇട്ടു തന്നതാണിത്. വീട്ടിൽ അമ്മയും സഹോദരിമാരും ഒക്കെ ഇല്ലേ അണ്ണന്മാരെ? അപ്പൻ മരിച്ചാലുടൻ അമ്മയും അളിയൻ മരിച്ചാൽ പെങ്ങളും ലൈംഗിക ഭ്രാന്തികളാവുമോ എന്ന് ചിന്തിച്ചാൽ നല്ലത്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ, വിവാഹമോചിതരും വിധവകളും അവിവാഹിതരായ സ്ത്രീകൾ, അതായത് മുതിർന്ന സ്ത്രീകൾ പോലും പുരുഷന്റെ ക്ഷണത്തിന് കാത്തിരിക്കുന്ന ലൈംഗിക ദാഹികളാണെന്ന് കരുതുന്ന ചില ഊളകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ ഒരു മരപ്പെട്ടി ഒരു സ്ത്രീക്ക് അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടാണ് ഇന്ന് ഞാൻ ഇടുന്നത്. ചേച്ചി, എന്റെ അനുഭവമാണിത്. എനിക്ക് വേണ്ടി 2 വാക്ക് ഇതേപ്പറ്റി പറയണം. ആരും ഇവറ്റകളുടെ വലയിൽ വീഴാതിരിക്കട്ടെ. ചാറ്റിംഗ് എനിക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു. എന്റെ സ്നേഹിതകളിൽ ഒരാളായ സ്ത്രീ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞത് വ്യസനത്തോടെ ഞാൻ കേട്ടുനിന്നു. ഒറ്റയ്ക്കായ അവളൊരു വിവാഹ പരസ്യം ഈയിടെ മാട്രിമോണിയൽ സൈറ്റിൽ നൽകിയിരുന്നു. അവളെക്കാൾ പ്രായം കുറഞ്ഞ ഒരു പയ്യനാണ് പരസ്യം കണ്ട് വിവരം അന്വേഷിച്ചത്. തന്നെക്കാൾ മുതിർന്ന ഒരു പുരുഷനെയാണ് താൻ തേടുന്നത് എന്ന് പറഞ്ഞപ്പോൾ പ്രായം തനിക്ക് പ്രശ്നമല്ല എന്നായിരുന്നു അവന്റെ മറുപടി. ഒടുവിൽ അയാൾ പറഞ്ഞു, 50 കഴിഞ്ഞിട്ടും താൻ സെക്സ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, വിവാഹം കഴിച്ചിട്ടുമില്ല, ചെയ്യാൻ വരാമോ എന്നായി. കേട്ടപ്പോൾ തൊലി ഉരിഞ്ഞു പോയി എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. തന്നോട് തന്നെ സങ്കടവും. ഈ വേട്ടാവളിയൻ പറഞ്ഞത് മുഴുവനും കള്ളമാണ്, പച്ചക്കള്ളം. വിവാഹം ഗൗരവമായി ആലോചിക്കുന്ന ഒരു പുരുഷൻ ആ സ്ത്രീയോട് ഒരിക്കലും ഇത്തരം അളിഞ്ഞ സംഭാഷണത്തിന് മുതിരില്ല. 40 കഴിഞ്ഞിട്ടും സെക്സ് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നാട്ടിലെ ഒറ്റയ്ക്കായ സ്ത്രീകളോടല്ല ആക്രാന്തം പറയേണ്ടത്. എടാ മരമാക്രി, കിളയ്ക്കാൻ പോയാലും 1000 രൂപ കിട്ടും. അതുമായിട്ട് നേരെ ലൈംഗിക തൊഴിലാളികളായ പെണ്ണുങ്ങളെ സമീപിക്കുക. അല്ലാതെ മാട്രിമോണിയൽ സൈറ്റ് പരതി വിധവകളെയും വിവാഹമോചിതരെയും തപ്പുകയല്ല വേണ്ടത്. ഇനി മറ്റൊരു ചതിക്കുഴി. ആദ്യം FBയിലൂടെ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ്. നിങ്ങൾ എഴുതുന്നതെല്ലാം വിശ്വസാഹിത്യത്തെക്കാളും മേലെ എന്ന് കമന്റ് ഇട്ട് പരിചയപ്പെടുക. സ്വാഭാവികമായും സ്ത്രീക്ക് സന്തോഷം തോന്നും. തന്നെ വായിക്കാനും അഭിനന്ദിക്കാനും ഒരാൾ എത്തിയിരിക്കുന്നല്ലോ. പിന്നെ മെസ്സഞ്ചറിലൂടെ ചാറ്റിന് ക്ഷണിക്കലായി. 3-4 ദിവസങ്ങൾക്കുള്ളിൽ ഉള്ളുകള്ളി പുറത്തു വരും. സെക്സ് ടോക്കിലേക്ക് മെല്ലെ നയിക്കാൻ തുടങ്ങും. അതോടെ മിക്ക സ്ത്രീകളും പിൻവലിയും. ഇപ്പോൾ FB സാഹിത്യകാരികൾ ലക്ഷക്കണക്കിനുണ്ടല്ലോ. അത് ചിലർ കേട്ടപാടെ ആ പടുകുഴിയിൽ വീഴും. എല്ലാ തരത്തിലും നന്നായി ഉപയോഗിച്ച് ഇവറ്റകൾ മുങ്ങും. ചിലരെ ബ്ലാക്ക്മെയിൽ ചെയ്യും, കൂട്ടുകാർക്കും പങ്കിടും. ഒന്നുകിൽ ആ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അപമാനിതരായി മാനസികമായി തകർന്ന് ഡിപ്രഷനിലേക്ക് വീഴും. എല്ലാ പെണ്ണുങ്ങളും രതിക്കു വേണ്ടി ദാഹിക്കുന്ന വേഴാമ്പലുകൾ അല്ലെന്ന് ആണുങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത്തരം സ്ത്രീകളും ഉണ്ടാവാം, അവരുമായി സല്ലപിച്ചോളൂ. പക്ഷെ മാന്യതയോടെ പിൻവലിയുന്ന സ്ത്രീകളുടെ പിറകെ ചെന്ന് ചെയ്യാൻ വരാമോ എന്നൊക്കെ ചോദിക്കുന്നത് ചെറ്റത്തരമാണ്. എന്റെ ഒരു സുഹൃത്ത് 62 വയസ്സുള്ള സ്ത്രീ ജീവിത സാഹചര്യം കാരണം ഒരു പുനർവിവാഹം ആഗ്രഹിച്ച് പരസ്യം നൽകി. അടുത്തിടെയാണ് ഇടുക്കി ജില്ലയിലെ ഒരു ഏലമല കാട്ടിൽ നിന്ന് കുറ്റുപറിച്ചെത്തിയ ഒരു ഞറുക്കി. അയാൾക്ക് ഭാര്യയും മക്കളുമുണ്ട്. ഭാര്യയുമായി അകന്ന് കഴിയുകയാണ്. അവൾക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ വാചകമടിച്ച് വിശ്വാസ്യത നേടി. ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ കാലതാമസം പിടിക്കും. നമ്മൾക്ക് പൊള്ളാച്ചിയിലോ കർണാടകയിലോ പോയി ഇടയ്ക്കിടയ്ക്ക് രാപ്പാർക്കാം. കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ മാസം തോറും പണം ഇട്ടുതരാം എന്നൊക്കെ വാഗ്ദാനം ചെയ്തു.
സമൂഹത്തിൽ ഉന്നതനാണെന്നൊക്കെ വീം വിളക്കി സ്വയം പോക്കി. പക്ഷെ 3-ാം നാളായപ്പോഴേക്കും സ്വർണ്ണ അരിഞ്ഞാണം ധരിച്ച സ്ത്രീയുടെ അരയാണ് തന്റെ സ്വപ്നമെന്നായിരുന്നു ഈ കീചകന്റെ മൊഴിമുത്ത്. നവ മാധ്യമങ്ങളിൽ വരുന്ന രതിചിത്രങ്ങളും സാഹിത്യങ്ങളും ഫോർവേഡ് ചെയ്ത് വളയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിദ്യാസമ്പന്നയും അറിവുള്ളവളുമായ എന്റെ സ്നേഹിത ആ കുഴിയിൽ വീണില്ല. മാത്രമല്ല, അപ്പോൾ ആ മൊഴിമുത്തുകൾ എനിക്ക് ഷെയർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ചിരിച്ചു മറിയുകയും ചെയ്തു. തന്റെ മക്കൾ നടത്തിത്തരുന്ന ഒരു വിവാഹത്തിന് മാത്രമേ തയ്യാറുള്ളൂ, അത് നിയമപരമായിരിക്കുകയും വേണം, അല്ലാത്ത ലിവിംഗ് ടുഗദറുകൾ വ്യഭിചാരത്തിന് തുല്യമാണെന്ന് തുറന്നു പറഞ്ഞ് അവർ ആ അധ്യായം അടച്ചു. എന്നിട്ട് അവർ അത്യന്തം സങ്കടത്തോടെ എന്നോട് ചോദിച്ചു, ഭർത്താവ് മരിച്ച സ്ത്രീ ഷഷ്ടിപൂർത്തി കഴിഞ്ഞാലും സെക്സിനു വേണ്ടി ആർത്തി പിടിച്ച് നടക്കുന്നവളാണെന്ന ചിന്ത നമ്മുടെ നാട്ടിലെ ആണുങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയൂ, എന്തുകൊണ്ടാണ്?